ഇന്ന് നമ്മൾ പോകുന്നത് സിഡ്നിയിലെ ഓപ്പൺ ഗാർഡനിലോട്ടാണ് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ കാണാനായിട്ട്. ഇതാണ് കേട്ടോ ഓസ്ട്രേലിയയിലെ വീടുകൾ. ഇങ്ങനെയാണ് ഓസ്ട്രേലിയയിലെ വീടുകളുടെ ഷേപ്പും ഇതൊക്കെ. നമ്മുടെ ഇന്ത്യയിലെ വീടുകൾ പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ചെറി ബ്ലോസം ഫെസ്റ്റിവലിന് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. അത് ജപ്പാനിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. അവിടെ ദൂരെ ഒരു പിങ്ക് ഫ്ലവർ കാണുന്നുണ്ട്, ഒരു ചെറിയ അതിനെയാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത്. ജപ്പാൻകാരുടെ നാഷണൽ ഫ്ലവറാണ് ഈ ചെറി ഫ്ലവർ. അപ്പോൾ അവരതുകൊണ്ട് എല്ലാ വർഷവും ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ആചരിക്കാറുണ്ട്. ഇത് ഞങ്ങളിപ്പോൾ എൻട്രിയിൽ നിന്ന് ടിക്കറ്റ്സ് ഓൺലൈൻ ബുക്ക് ചെയ്തിരുന്നു, അത് കാണിച്ചു. ഇപ്പം ഞങ്ങൾ അകത്ത് കടന്നു. ആ കാണുന്ന പിങ്ക് ട്രീ ഇല്ലേ, പിങ്ക് ബ്ലോസംസൊക്കെ ഉള്ള, അതാണ് ചെറി ബ്ലോസം ട്രീ എന്ന് പറയുന്നത്. പക്ഷെ ചെറി എന്ന് പേരിലുണ്ടെങ്കിലും ഇതിലുണ്ടാവുന്ന കായകളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന ചെറിയില്ലേ, അത് വേറെ ജനസിൽ പെട്ടതാണ്. ഇതിലുണ്ടാവുന്നത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഫ്ലവറാണ്. ഈ പിങ്ക് കളറിലുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറില്ലേ, അതാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചെറി ബ്ലോസം അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് വെറും 10 ദിവസമേ ഉള്ളൂ. അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഇത് പൂക്കുന്നുള്ളൂ. എന്നിട്ട് അത് 10 ദിവസത്തോടു കൂടി അതിൻ്റെ ആയുസ് കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു ഫെസ്റ്റിവലായിട്ട് ആചരിക്കുന്നത്. ഇപ്പം നമ്മൾ ഉള്ളത് സിഡ്നിയിലാണ്. ഇത് സിഡ്നിയിൽ, ഓസ്ട്രേലിയയിൽ മാത്രമല്ല ഇന്ത്യയിലും കാണുന്നുണ്ട്. ഇന്ത്യയിൽ മേഘാലയയിലാണെന്ന് തോന്നുന്നു, അവിടെയും ഈ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ആചരിക്കുന്നുണ്ട്. അതുപോലെ ചൈനയിലുണ്ട്, കൊറിയയിലുണ്ട്. അങ്ങനെ ഒരു 3-4 കൺട്രീസിൽ ഈ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ ആചരിക്കുന്നുണ്ട്. ഒരു ജനനസ്ഥലം എന്ന് പറയുന്നത് ജപ്പാനാണ്. ഈ വർഷം ഇവിടെ സിഡ്നിയിൽ ഓഗസ്റ്റ് 18 മുതൽ 25 വരെയാണ് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ. പക്ഷെ ജപ്പാനിൽ ഇത് മാർച്ച്, ഏപ്രിൽ, മെയ് ഏതോ ഒരു മാസത്തിലാണ് വരുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ 2ാമത്തെ ദിവസമായ ഓഗസ്റ്റ് 19-നാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. സോ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇവിടുത്തെ ആൾക്കാർ, അതായത് പൊതുവെ ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ ഫോട്ടോ എടുക്കുന്നതിനോട് അങ്ങനെ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ നിന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ എയർപോർട്ടിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ മെട്രോയിൽ കയറുകയാണെങ്കിലും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ ഒന്നും കയ്യിൽ ഫോൺ കാണില്ല, ബാഗിനകത്തോ ഒക്കെ ആയിരിക്കും. അവരങ്ങനെ കൂടുതൽ ഫോൺ നോക്കിയിരിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ വന്നപ്പോൾ, ഗാർഡനിൽ വന്നപ്പോഴും ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ ചെറി ബ്ലോസം വരിക, അങ്ങനെയായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. അതിനായിരുന്നു ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷേ അവിടുത്തെ ബാക്കി ആൾക്കാരെ നോക്കിയപ്പോൾ അവർ പൂവിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടെന്നല്ലാതെ വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് തന്നെ പറയാം. അവർ സെൽഫി എടുക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം ഫോട്ടോ എടുക്കുന്നതൊക്കെ. ഫോട്ടോൻ്റെ മാത്രമല്ല, പൊതുവെ ഇവർ ഇന്ത്യക്ക് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നും വിചാരിച്ച് ഞാൻ കുറവൊന്നും വരുത്തിയില്ല. എനിക്ക് ആവശ്യമുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കാരണം ഇതൊക്കെ നമുക്കൊരു മെമ്മറീസാണ്. ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിന്ന് വരില്ല, നമ്മളിതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് നമ്മളിങ്ങനെ എന്തെങ്കിലും ഫോട്ടോസ് നോക്കുമ്പോഴായിരിക്കും നമുക്ക് പലതും ഓർമ്മ വരിക. ശരിയാണല്ലോ, നമ്മൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടല്ലോ എന്ന്. കാരണം ഇതൊന്നും നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലങ്ങളല്ല. ഇനിയൊന്നും ചിലപ്പോൾ ഒരു വട്ടം കൂടി ഇവിടെ പോയി എന്നൊന്നും വരില്ല. ഇത് ചിലപ്പോൾ ലാസ്റ്റ് ടൈം ആയിരിക്കും ഇവിടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ആയിരിക്കും ഇവിടെ പോകുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഭംഗിയുള്ള എന്തൊരു രസമായിരുന്നു എന്ന് ശരിക്കും കാണാമെന്നറിയോ. നിങ്ങൾക്കത് വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഭംഗി കിട്ടുന്നുണ്ട് എന്നറിയില്ല. പക്ഷെ നേരിട്ട് കാണാമെന്ന് പറയുന്നത് വളരെ നല്ലൊരു രസമുള്ള. കാരണം എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്, നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട്ബുക്ക് വാങ്ങില്ലേ, അപ്പോൾ നോട്ട്ബുക്കിൻ്റെ പുറംചട്ടയിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ 2 സൈഡിലും ഒരു പിങ്ക് ഫ്ലവറുള്ള ഒരു കാർഡ് പോലെ, അല്ലെങ്കിൽ യെല്ലോ ഉള്ള 2 സൈഡിൽ യെല്ലോ ഫ്ലവേഴ്സ്, അങ്ങനെ ഒരു കാർഡ് പോലെ. അപ്പോൾ ഈ പിങ്കും ഞാനങ്ങനെ ബുക്കിൻ്റെ ചട്ടയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാനതൊക്കെ വിചാരിച്ചിരുന്നത് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു ശരിക്കും അപ്പോൾ അത്
ഇതൊക്കെ തന്നെയായിരിക്കും അവർ ആലോചിച്ചിട്ടായിരിക്കും അതൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക ബുക്ക്, അതിൻ്റെ ചട്ട, ഇതൊക്കെ തന്നെ ആയിരിക്കാം മേ ബി എന്നെനിക്ക് തോന്നുന്നു. സോ എനിക്കിത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിതൊക്കെ ഒരു മെമ്മറീസ് ആക്കി വെക്കണം. ഞാനിത് ചിലപ്പോൾ എൻ്റെ തലയിലെ മെമ്മറിയിൽ നിന്ന് ഞാൻ ചിലപ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞ് ഇത് മറന്നുപോയി എന്ന് വരും. കാരണം ഓരോ പോയിൻറ്റും ചിലപ്പോൾ നമുക്ക് ഓർമ്മ നിന്നു എന്നൊന്നും വരില്ല. ചെറിയൊരു ഔട്ട്ലൈൻ ഉണ്ടാവും, ഞാൻ ഇവിടെയൊക്കെ പോയിട്ടുണ്ടല്ലോ എന്ന്, പക്ഷെ എല്ലാം നമുക്ക് ഓർമ്മ നിന്നു എന്ന് വരില്ല. അതുകൊണ്ട് എനിക്കിതൊക്കെ വീഡിയോ ആക്കി വെക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ, പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലൊക്കെ നമ്മൾ എങ്ങനെയാണ് എവിടെയെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഗ്യാപ്പ് ഉണ്ടാക്കി കുത്തി നിറച്ച് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്ഥലം കിട്ടി അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കും. പക്ഷേ ഇവിടെ ഞാൻ നോക്കിയപ്പോഴേ ഇവരങ്ങനെയല്ല. ഇവർ ഒരാൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആളുടെ കഴിയുന്നത് വരെ ഇവർ വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് ഫുഡ് ട്രൈ ചെയ്യാനാണ്, അതായത് ജപ്പാനീസ് ഫുഡ്. ഈ ടൈമിൽ, ഈ ചെറി ബ്ലോസം ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജപ്പാൻകാർ അവരുടെ ഡ്രസ്സിലായാലും ഫുഡ് വെയറിലായാലും വേണ്ട, ഈവൻ നമ്മുടെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലായാലും ഈ ചെറി ബ്ലോസത്തിൻ്റെ പെറ്റൽസ് ഉണ്ടാവുമല്ലോ, ഇതളുകൾ, അത് യൂസ് ചെയ്യും. അപ്പോൾ ഇവരുടെ ഈ ഭക്ഷണങ്ങളിലെല്ലാം ചെറി ബ്ലോസം പെറ്റൽസും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ അവരുടെ ഇവിടുത്തെ പ്രാദേശിക ഡാൻസുകളുണ്ടാവുമല്ലോ, പ്രാദേശിക നൃത്തങ്ങൾ. അപ്പം അങ്ങനെ ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു. അപ്പോഴേക്കും ചെറുതായി മഴയൊക്കെ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ആൾക്കാരെ കാണാനും നല്ല ഭംഗിയാണ്, പിന്നെ അവരുടെ ഡാൻസും നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് നോക്കാൻ വേണ്ടി പോകണം. ഫുഡ് എന്ന് പറയുന്നത് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഫുഡല്ല കേട്ടോ, ചെറിയ വക എന്തെങ്കിലും സ്നാക്കോ അങ്ങനത്തെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ ഓരോരോ സ്റ്റാളുകൾ പോലെ ഓരോരോ ടൈപ്പ് ഫുഡുകളാണ്. അതിൽ ഞങ്ങൾ കഴിച്ചത് ഈ ടോക്കിയോ ലാമിങ്ടൺ ആയിരുന്നു. ലാമിങ്ടണിൽ നിന്നാണ് കഴിച്ചത്. അവിടെ നിന്ന് അതിൽ ഈ രണ്ടെണ്ണം, ഈ ഗ്രീൻ കളറും ഇതും, എനിക്ക് അത്ര വലിയ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും തോന്നിയില്ല. എങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്തു എന്ന് മാത്രം. പക്ഷെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കഴിച്ചു എന്നേ ഉള്ളൂ. പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു, അത് കാരണം ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് നടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഡാൻസൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ പാട്ട്, അങ്ങനത്തെ പ്രോഗ്രാംസ്, മ്യൂസിക്, അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതും കണ്ടു. ഇപ്പോൾ അവിടെ കാണുന്നില്ലേ, ആ കാണുന്നത് ബാത്റൂമാണ്, ടോയ്ലറ്റാണ്. നമ്മുടെ നാട്ടിലെ പോലെ ലേഡീസിന് വേറെ ജെൻസിന് വേറെ അങ്ങനെയല്ല. ഇവിടെ യൂണിസെക്സ് ടോയ്ലറ്റുകളാണ്. സെയിം ടോയ്ലറ്റ് തന്നെയാണ് ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടെ തന്നെ ഈ അനിമൽസും ബേർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കങ്കാരൂവിനെ കണ്ടു, പിന്നെ എമു ഉണ്ടായിരുന്നു, പീക്കോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടു. അപ്പോൾ അതേ അവിടെ ഒരു കങ്കാരു ഇങ്ങനെ ചാടി വരുന്നുണ്ട്. പിന്നെ കണ്ടത് വെള്ളിമൂങ്ങയായിരുന്നു. അവിടെ വെള്ളിമൂങ്ങ ഉണ്ടായിരുന്നു. എനിക്ക് ആ കങ്കാരു ചാടുന്നതിനൊപ്പം ആ ബാക്കിൽ ആ കുട്ടി ചാടുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നല്ല ചിരി വന്നു കേട്ടോ. ഞാനത് വീഡിയോ എടുക്കണ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് കങ്കാരു ചാടി വരുമ്പോൾ ആ കുട്ടി അതുപോലെ തന്നെ ചാടുന്നത്. പിന്നെ അവിടെ പീക്കോക്ക് ഉണ്ടായിരുന്നു. ഇനി ആ പീക്കോക്കും ആ കുട്ടീനെ തന്നെയാണോ നോക്കണ്ടായിരുന്നതെന്ന് അറിയില്ല. ആ സൈഡിലോട്ട് തന്നെ ആ കുട്ടി പോയതിന് ശേഷം പീക്കോക്കും അങ്ങോട്ട് പറന്നുപോയി അവിടെ ഇരിക്കുന്ന കണ്ടു. പിന്നെ ദേ കങ്കാരുകളൊക്കെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ടത് ഈ മൂങ്ങയാണ്. ഇത് വെള്ളിമൂങ്ങ, ഇതാണോ ഈ വെള്ളിമൂങ്ങ എന്നറിയില്ല, എനിക്കങ്ങനെ തോന്നി ഇതാണ് വെള്ളിമൂങ്ങ എന്ന് തോന്നി. പിന്നെ നമ്മുടെ പീക്കോക്ക് നല്ല ഭംഗിയിൽ പീലിയൊക്കെ വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പീക്കോക്കിനെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു ഞാനിങ്ങനെ ഫുൾ പീലി വിടർത്തിയിട്ടൊക്കെ ഒരു പീക്കോക്കിനെ കാണുന്നത്. നല്ല രസമായിരുന്നു. പിന്നെ കങ്കാരുക്കൾ അവിടെ ഇഷ്ടംപോലെ കങ്കാരു ഉണ്ടായിരുന്നു കേട്ടോ. കങ്കാരുക്കൾ അവിടെ അങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. പിന്നെ പീക്കോക്കും അതെ, മയിലുകളും ഒരുപാട് മയിലുകളുണ്ടായിരുന്നു. പിന്നെ എമു ഉണ്ടായിരുന്നു. എല്ലാവരും ഉച്ചനേരം ആയിട്ടുണ്ടായിരുന്ന കാരണം എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. എമുവിനും ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു, കങ്കാരു ആയാലും ഭക്ഷണം അപ്പോൾ ഇവരൊക്കെ ഫുഡ് കഴിക്കണ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും വിശന്നു. അപ്പോൾ ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻറ്റ് ബിരിയാണി എന്നായിരുന്നു പേര്. ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു.
അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ യാത്ര. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് ചെറി ബ്ലോസം കാണാനും ആസ്വദിക്കാനും പറ്റിയെന്ന് വിശ്വസിക്കുന്നു. സോ ബൈ ബൈ, താങ്ക് യു സോ മച്ച്.